ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ശ്രീനന്ദ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ദുരൂഹതകളോ കാര്യങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് സംശയിക്കാനൊന്നും ഇല്ല എന്ന നിലയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. എന്നാൽ ഈ ഒരു കേസിന്റെ തുടക്കം മുതലേ തന്നെ ദുരൂഹതകൾ നിറഞ്ഞിരുന്ന ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയാവുന്ന ചില ചോദ്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് കാണാം. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ മരിച്ച പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീഴ്ച മൂലം ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണം. ശ്രീനന്ദയുടെ മൃതദേഹം രാവിലെ 10 ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിൽ എത്തിക്കും. സംസ്കാരം 12 മണിയോടെ തിരുവല്ലോമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ നടക്കും. ചിക്കമംഗളൂരുവിൽ നിന്ന് സാരംഗ് സുരേഷും പാലക്കാട് വീട്ടിൽ നിന്ന് ഗോകുൽ VS നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, മരണകാരണം തലക്കേറ്റ മുറിവാണ്, മറ്റ് അസ്വാഭാവികതകളില്ല എന്നാണല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കുടുംബം മറ്റ് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതൊന്നും ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അല്ലേ? അതെ മുത്തി, ഗുഡ് മോർണിംഗ്. അതേ ഒരു കാര്യം തന്നെയാണ്. കാരണം പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസ് സംഘവും പ്രാഥമിക അന്വേഷണം നടത്തിയ സമയത്ത്, അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടത്തിയ സമയത്തൊക്കെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വരുന്നത്. കുടുംബം, ജില്ലാ പോലീസ് മേധാവി അടക്കം ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തിയ സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നത് ഇതുവരെയുള്ള എല്ലാ അന്വേഷണത്തിലും തങ്ങൾ പൂർണ്ണ തൃപ്തരാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അവരും കാത്തിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അക്ഷമരായി കാത്തിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഫോറൻസിക് റിപ്പോർട്ടിനുമാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള നിർണായക വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. തലയിലേറ്റ ക്ഷതം അത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് സംഭവിച്ചതാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള പല മുറിവുകളും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ്. വസ്ത്രത്തിലുണ്ടായിട്ടുള്ള കീറലുകളടക്കം പല വൃക്ഷങ്ങളിലും അതോടൊപ്പം തന്നെ ചെടികളിലും തട്ടി ഉണ്ടായതാണ് എന്നുള്ള കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വരുന്നു. എന്തായാലും അത് ഒരു സ്വാഭാവിക അല്ലെങ്കിൽ സാധാരണ രീതിയിലുണ്ടായ ഒരു അപകട മരണമാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന വിശദാംശങ്ങൾ തന്നെയാണ് ഒടുവിൽ വരുന്നത്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് കുട്ടി ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ദുരൂഹത ആരോപിച്ചിരുന്നത്. അതൊരു പക്ഷേ ഈ വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് പാറപ്പുറത്തിടിച്ച് മൃതദേഹം ഏതെങ്കിലും ഒരു വശത്തേക്ക് മാറിയിരിക്കാം എന്നുള്ളൊരു സാധ്യത തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ എത്തി പരിശോധന നടത്തിയ ഫോറൻസിക് സംഘം അടക്കം ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. അത് കൂടുതൽ അത്തരം വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. എന്തായാലും അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ കുടുംബം ഇതിനകത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്നാൽ അൺയൂഷ്വൽ ആയിട്ട് അവിടെ കട നടത്തിയിരുന്ന ചില ആളുകളും പിന്നെ ഭിക്ഷാടനത്തിന് വന്നിരിക്കുന്ന ആളുകളും ഒക്കെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്കിന് പെട്ടിയും കടക്കെടുത്ത് പോയേക്കുന്ന ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം ചില കാര്യങ്ങളിലെ അൺയൂഷ്വൽ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിലൂടെ നമുക്ക് സംസാരിച്ചു വരാം. എന്താണെങ്കിലും ഇന്ന് രാവിലെ ഈ കുട്ടിയുടെ ചെറിയച്ഛൻ മീഡിയാസിന് കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വീഴ്ചയിൽ ഉണ്ടായ ഇതാണെന്നാണ്, തലയുടെ വലതുഭാഗത്തെ ക്ഷതം കാരണമാണ് മരണം എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പിന്നെ വീണ ലൊക്കേഷൻ ലാസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ അവിടെ ഒരു തവണ പോയി ബാരിക്കേഷൻ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് പിന്നെ തിരിച്ച് കയറ്റിയിരുന്നു. പിന്നെ ഞങ്ങൾ അറിയാതെ ഒരു പക്ഷേ വീണ്ടും അങ്ങോട്ട് കയറിയിരിക്കാം ചെറിയൊരു ഗ്യാപ്പിൽ എപ്പോഴും. അങ്ങനെ കുട്ടിക്ക് ഒന്നിനെയും പേടിയില്ല. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് ഇത് അവിടെ സുരക്ഷയ്ക്ക് വെച്ച ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ആദ്യമേ ഇറങ്ങിയിരുന്നു. ഫോട്ടോ എടുക്കാനല്ല, അവിടെ നിന്ന് ഡെപ്ത് നോക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വഴക്ക് പറഞ്ഞു. എന്നിട്ട് കുട്ടിയെ തിരിച്ച് കയറാമെന്ന് തിരിച്ച് കയറ്റിയതായിരുന്നു. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടില്ലേ? ഞങ്ങൾ ഓൾറെഡി കുട്ടീനെ വഴക്ക് പറഞ്ഞിട്ട് ഓൾറെഡി ആ ഒരു ബാരിക്കേഡ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള സാധനം ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇവരുടെ ആ ഒരു മാനസികാവസ്ഥയുടെ ഒക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒപ്പമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ എന്നുള്ള നിലയിൽ ചേർത്ത് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. കാര്യം ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയാസിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കാം. ഞാൻ ഫോട്ടോ എടുക്കുന്ന അവിടെ നിന്ന് 2:26 5:26 5:20 അപ്പോൾ ഞാൻ 5:26 അവിടെ വ്യൂ പോയിന്റ് വരുമ്പോൾ ഈ കുട്ടിയില്ല, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഇല്ല. 6 മിനിറ്റ് കൊണ്ട് കുട്ടി കാണാതായി. പെട്ടെന്ന് അപ്രത്യക്ഷമായ ആരാണെന്ന് അല്ലേ? ഇദ്ദേഹം അവിടെ എത്തിയിട്ടില്ല ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് ആ കുട്ടി അവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വഴക്ക് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കിന് ഇദ്ദേഹത്തിന് അതിനെ ആ ഒരു കാര്യത്തെ വിലക്കാനെ കൊണ്ടുള്ള ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. കാര്യം ഇദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾ എന്നുള്ളൊരു ടൈം യൂസ് ചെയ്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് പറയണം തോന്നി, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇത് പറയുമ്പോഴും ഈ കുട്ടി അങ്ങോട്ടേക്ക് പോകാനെ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിലോട്ട് പോകാനെ കൊണ്ട് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ ആയിരുന്നു. അവരുടെ ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോൾ ഇതിങ്ങനെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഫോൾട്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അദ്ദേഹം തന്നെ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. സമീപം ആ പോലീസുകാരനിരിക്കുന്ന പാറയുടെ മുകളിൽ നിന്നാണ് ശ്രീനന്ദ ആദ്യം ഫോട്ടോ എടുത്തത്. ഞാനാണ് മോളുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തത്.
എന്നിട്ട് മോളെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കി, അവിടെ നിൽക്കേണ്ട, ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറക്കിയ ശേഷം ഞാൻ അവിടെ തന്നെ ഫോട്ടോയാണ്, അതായത് ശ്രീനന്ദ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് രമേശ് എടുത്ത ഫോട്ടോയാണ്. അതെ ഞാൻ എടുത്തിട്ടുണ്ട്, എൻ്റെ വൈഫ് എടുത്തിട്ടുണ്ട്. ശേഷം പിന്നെ എന്താ സംഭവിച്ചത്? അതിനുശേഷം ശ്രീനന്ദനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് അവൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന വേറെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നിട്ട് 5:20 ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. അതായത് ശ്രീനന്ദ തനിച്ചിത്തിരി മാറിയിരിക്കുന്നു, ഒപ്പം മറ്റു കുടുംബം ഇരിക്കുന്നു. ആ ഒരു ഫോട്ടോ, രണ്ടാമത്തെ ഫോട്ടോ എടുത്തു. അതായത് ഏകദേശം 3 പേര് ഒരു സ്റ്റെപ്പിൽ, ശ്രീനന്ദ പുറത്തെ താഴെ സ്റ്റെപ്പിൽ, അങ്ങനെയാണ് ഇരുന്നായിരുന്നു. അങ്ങനെ ഉള്ളതിലാണ് വ്യൂ ഉണ്ട് കറക്റ്റ്. അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് പോയി എന്നതാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെ വിഷ്വൽസ്, ഞങ്ങളുടെ മൈൻഡിൽ അങ്ങനെയുള്ളത്. പുറകിൽ ഇവിടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന ടൈമിൽ ആ കുട്ടി അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ തന്നെയാണ് ഫോട്ടോ എടുത്ത് കൊടുത്തത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെയൊക്കെ ഉള്ള സ്പോട്ടിൽ മക്കളെ കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഒന്നിനെയും പേടിയില്ലാത്ത ഒരാളാണ്, അപ്പം മുമ്പൊന്ന് വിലക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയാകുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ ഒരു കെയർ കൊടുക്കേണ്ടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്തേക്ക് ഇങ്ങനെ ആ ഒരു കുട്ടീനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനെ കൊണ്ട് എൻകറേജ് ചെയ്യും. ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത്, ഐ മീൻ ആ ഒരു സ്പോട്ട് അത്ര, അല്ലെങ്കിൽ ഇവർ പോയേക്കുന്ന സ്ഥലം അത്ര വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമല്ല എന്നുള്ള നിലയിലൊക്കെ തന്നെ കർണാടക ഒരു പോലീസുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സ്പോട്ടിന് ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇത്രയും താഴ്ചകളൊക്കെ ഉള്ള സ്ഥലത്തിൻ്റെ അറ്റത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതാണ്. നമ്മളെക്കാൾ ഉപരി നമ്മുടെ പേരൻസ് ആ ഒരു കാര്യത്തിൽ എക്സ്ട്രാ ഒരു കെയർ കൊടുക്കേണ്ടതാണ്. പക്ഷെ ആ ഒരു സമയത്തേക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പിന്നീട് ആ കുട്ടി അച്ഛൻ അങ്ങോട്ട് മാറിയ സമയത്തേക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ അച്ഛനോടൊപ്പം ശരിക്കൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ള നിലയിൽ പിന്നീട് അങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളതായിരിക്കാം, വീണ്ടും നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാവാം. കാരണം നേരത്തെ ഈ കുട്ടിയുടെ ആ ഒരു ചെറിയച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരിത്തിരി എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ആ ഒരു പേടി ഇല്ലാത്തൊരു കുട്ടി ആ ഒരു നിലയിലായതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. എന്താണെങ്കിലും ഈ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുന്നേ അവസാനമായിട്ട് എടുത്തേക്കുന്ന ഒരു റീൽ വീഡിയോ ഉണ്ടായിരുന്നു, അതോടെ നമുക്കൊന്ന് കാണാം. അവിടെ ഇരിക്കാൻ നോക്കിയതാ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടിബ്ലേ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ മോളിക്കാണ്. ഹലോ, ഒരിത്തിരി എക്സൈറ്റ്മെന്റ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അച്ഛനൊന്ന് മാറിയ സമയത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ വീണ്ടും അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയ സമയത്തേക്ക് കാൽ വഴുതി വീണതോ സംഭവിച്ചിട്ടുള്ളതാവാം. ഓക്കെ, ഇനി ഈ ചെറിയച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നതോട് നമുക്ക് കേൾക്കാം. കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിൻ്റെ അടുത്ത് വരെ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒരു ചോദ്യമാണിത്. ആ ഒരു പോലീസ് ഡോഗ് വന്നിട്ട് എന്തിന് ആ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി? അപ്പം ആ ഒരു ഷോപ്പ് ഉടമയാണെങ്കിൽ ചോദ്യം പോലും ചെയ്തിട്ടില്ല. പിന്നീട് ഈ ഷോപ്പ് ഉടമകളും ഒക്കെ ആണെങ്കിൽ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴും ഉത്തരം കിട്ടാതൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. എന്താണെന്നുള്ളത് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് ഇവിടെ അന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡിൽ നിന്നിരുന്നത്. ഇപ്പോൾ ഈ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഏരിയയിൽ ഇവർ നിന്നിരുന്നത്. ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. ഈ സ്ഥലത്ത് അത് അപ്പം തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടെ ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ മഴ മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്, ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെരുവുണ്ട്. പിറ്റേ ദിവസം, പിന്നെ അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ബോഡി ഇപ്പോൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിലൊരു ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത മര്യാദ പറയുന്നു. ബോഡിക്ക് പഴക്കില്ലാന്നാണ് പറയുന്നത്. 4 ദിവസമായി. ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതിൽ ഇദ്ദേഹം ഇവിടെ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇവര് തെരഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ കുട്ടിയുടെ ബോഡി പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം തെരഞ്ഞപ്പോൾ ആ ഒരു സ്ഥലത്ത് ബോഡി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവിടുന്ന് തന്നെ കണ്ടെത്തപ്പെടുത്തേക്കിന് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും സംശയം തോന്നുന്നു ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതകളുണ്ട് എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കും ആരാണെങ്കിലും വിശ്വസിക്കുക. കാര്യം ഇതിന്റെ തുടക്ക സമയത്ത് തന്നെ ഈ കുട്ടിയുടെ അമ്മ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീഡിയസിന് മുന്നിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളതാവാം എന്ന നിലയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇനി പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് ഈ ബോഡിയുടെ 4 ദിവസത്തിന്റെ പഴക്കത്തിന്റെ കാര്യം. ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിനകത്ത് ഈ ദുരൂഹതകളൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ തന്നെ അത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കിന് ഇവര് ആദ്യം തെരഞ്ഞ സമയത്തേക്ക് ഒരു പക്ഷേ വിശദമായിട്ട് ഇവർ തെരഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ ഇവർ ഈ തിരയുന്ന സമയത്തേക്ക് ഈ കുട്ടി അവിടെ നിന്ന് വീണ സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലകളിലോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് വന്ന് വീണിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ കുട്ടീനെ അവർ കാണാതിരുന്നിട്ടുണ്ടാവുക. പിന്നീട് ആ വഴുതി വീഴുകയോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ആ ഒരു സ്പോട്ടിലേക്ക് പിന്നീട് ആ ഒരു കുട്ടിയുടെ ബോഡി കണ്ടെത്താനുള്ള ഒരു കാരണമായിട്ടുണ്ടാവുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 4 ദിവസത്തെ പഴക്കമില്ല എന്ന നിലയിൽ തന്നെ പറയുമ്പോൾ
ഒരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടക്കുമ്പോൾ പോലും ഈ കുട്ടിയുടെ ശരീരത്ത് അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരിറ്റ് ജീവൻ അവശേഷിച്ചിരുന്നിരിക്കാം. വീണ്ടും അതിൽ നിന്നൊന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി ശ്രമിച്ചിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ആ കുട്ടി എവിടെയെങ്കിലും വീണ് കിടക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ, ഐ മീൻ കണ്ണെത്താത്ത തലത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നീട് ആ കുട്ടി എണീക്കാൻ ശ്രമിക്കുക, അങ്ങനെ വഴുതി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതും ആയിരിക്കാം. അതായിരിക്കാം ഈ 4 ദിവസത്തെ പഴക്കമില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് മീഡിയസിൽ വന്നിരിക്കുന്ന ബാക്കി ചില കാര്യങ്ങളും നമുക്ക് കേൾക്കാം. സമയത്ത് ഫെസിലിറ്റേഷൻ സെന്ററിലുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ നൽകാൻ പോലും അവിടെ ഉണ്ടായിരുന്നവർ തയ്യാറായില്ലെന്നും ഈ പോലീസ് നയം കാണാതായ ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് മണം പിടിച്ച് ഓടിച്ചെന്ന് നിന്ന കടയുടമ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശ്രമമോ നീക്കമോ ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ച് അവരെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ തന്നെ ഈ ശ്രീനന്ദയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. പോലീസ് എത്തി തിരച്ചിൽ നടത്താൻ ആരംഭിച്ച തൊട്ട് പിറകെ തന്നെ ഈ ഭാഗത്തുണ്ടായിരുന്ന ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരും അതോടൊപ്പം തന്നെ കടയുടമകൾ അടക്കമുള്ള അവരുടെ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള അവിടുന്ന് പോകാനുണ്ടായ കാരണം എന്താണെന്നും കുടുംബം ചോദിക്കും. സ്വാഭാവികമായിട്ടും കർണാടക പോലീസിന്റെ അന്വേഷണത്തിനെതിരെ ഉള്ള ഒരു സംശയമാണ് ഇത് ഉയർത്തുന്ന ആരോപണമാണ് ഇതാണ് ഇപ്പോഴും ഒരു അല്ലെങ്കിൽ ഈ ഒരു കേസിനകത്ത് ദുരൂഹമായിട്ടിരിക്കുന്ന മറ്റൊരു സാഹചര്യം. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കിന് ഈ ആളുകൾ അവിടുന്ന് പോകാനൊക്കെ ഇപ്പോൾ ഭിക്ഷാടനക്കാരാണെങ്കിലും ആ കട ഉടമയാണെങ്കിലും ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ കൊണ്ടുള്ള കാരണം 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഇങ്ങനൊരു കേസ് വന്നപ്പോഴത്തേക്കിന് എന്താണെങ്കിലും ഒരു ഡോഗ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെയുള്ള സെർച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിന് ഇനി എന്തെങ്കിലും ഇവരുടെ മണ്ടയ്ക്ക് വള്ളികൾ വന്നാലോ എന്നുള്ള പേടി കൊണ്ട് ചിലപ്പം അങ്ങനെ അവർ എസ്കേപ്പ് അടിക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോയിട്ടുള്ളതാവാം. അല്ലെങ്കിൽ ഒരു തോന്നുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ ന്യൂസുകളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഇനി ഈ ധർമ്മസ്ഥല കേസ് പോലെയൊക്കെ തന്നെ എന്തെങ്കിലും ദുരൂഹമായിട്ട് ഈ ഉള്ള ആളുകൾക്ക് പേടിക്കത്തക്ക തരത്തിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ആളുകളോ വ്യക്തികളോ ആ ഉള്ളതോ അല്ലെങ്കിൽ മുമ്പ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും മിസ്സിംഗ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാതെ നിൽക്കുന്ന എന്തെങ്കിലും ഭയങ്കര ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിയുന്ന ആളുകളാണോ, അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും പേര് ഇവർ ത്രൂ പുറത്തു വരാതിരിക്കുള്ളൂ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു ന്യൂസ് വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇങ്ങനൊരു കേസ് വന്നപ്പം എന്തുകൊണ്ട് അവരങ്ങനെ മാറിപ്പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു കേസ് വന്നപ്പോഴത്തേക്കിന് ഇനി അതിൻ്റെ വള്ളിയുടെ മേലിൽ വള്ളി പിടിക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ആൾക്കാർ പോയിട്ടുള്ളതാവാൻ ഒരു പോസിബിലിറ്റി തന്നെയുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിലും ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്തിൽ ഏറ്റവും അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി അവിടുന്ന് വീണു എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരാൾ പോലും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അതിനെ പറ്റിയിട്ട് കേൾക്കാം. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പിന്നെ അപ്പോൾ ഞാനും 2-3 പേരും കൂടെ വേഗം കയറി പോന്നു. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൻ്റെ പിന്നെ ആ ഭാഗത്തു നിന്നാണ് മിസ്സാവാൻ സാധ്യത. അല്ലാതെ വേറെ ഇവിടുന്ന് എൻ്റെ ഇതിൽ മിസ്സാവാൻ സാധ്യതയില്ല. അവിടുന്ന് താഴത്തേക്ക് വിടാൻ പറ്റില്ല. അവിടെ ബാരിക്കേഡെല്ലാം ഉണ്ട്, നല്ല ബാരിക്കേഡുണ്ട്. അവിടുന്ന് കാണാൻ അപ്പുറത്ത് കൂടെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരും അവിടുന്ന് നോക്കിയാൽ കാണും. അപ്പം ഒരാൾ പോലും ഇത് കണ്ടിട്ടില്ല. ഇപ്പം ഈ ഇത്രയും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരുടെ കണ്ണിൽ പെടാത്ത തരത്തിൽ പോകാനുള്ള അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ ഇതിനകത്ത് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനാണെങ്കിലും ഒന്ന് പറയുന്നുണ്ടായിരുന്നു, പിന്നീട് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഇല്ല, ഇവരുടെ നിന്ന് പൈസ ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇവരെ മുകളിലോട്ട് കയറ്റി വിട്ടത്. അപ്പോൾ അവിടുത്തെ ലോക്കൽസ് ഏതെങ്കിലും ഇതുപോലെ വരുന്ന ടൂറിസ്റ്റുകളെ ഉടായിപ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഒരു മനുഷ്യക്കുഞ്ഞു പോലും അവിടെ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് കണ്ടിട്ടില്ല. ഈവൻ അവിടുത്തെ ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ബന്ധുവായിട്ടുള്ള ആ ഒരു കുട്ടി പോലും പറയുന്നത് ഇങ്ങനൊരു സംഭവം ഇവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അതുകൂടെ കേൾക്കാം. അവിടെ നോക്കി, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ മോളെ അടിയിലേക്ക് തന്നെ വന്നോ? എന്നിട്ട് അടിയിൽ കൂടെ നോക്കി, പക്ഷെ അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല അവള്. അല്ല, ഞങ്ങളൊരു ഫോട്ടോ, ഞങ്ങൾ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് ഇവളെ, അപ്പോൾ ആ ഫോട്ടോയിൽ നോക്കി കുറേ നേരം നോക്കി, ഇവളെ കണ്ടില്ല. ഇവളാണ് മനസ്സിലായി ഇവളെ കാണാനില്ല എന്ന്. എന്നിട്ട് എല്ലാം പറഞ്ഞു. എന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടി നോക്കുക ചെയ്ത്. ഈ വഴി പോലീസ് നായ മണം പിടിച്ചു പോയതേ, ടാക്സി ഒക്കെ പാർക്ക് ചെയ്യുന്ന വഴി രണ്ടായിട്ട് സ്ഥലത്തേക്ക് അങ്ങോട്ട് ഈ കുട്ടി പോകുന്ന കണ്ടിരുന്നു? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പിന്തുടരുകയോ അല്ലെങ്കിൽ തന്നെ അവിടെ അങ്ങനെ സംശയാസ്പദമായിട്ട് അറിയാലോ പെൺകുട്ടികളൊക്കെ ഉള്ള സമയത്ത് വേറെ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ശല്യപ്പെടുത്തുകയോ അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ ശ്രദ്ധിച്ചതൊന്നുമില്ല. ആര് ഫോളോ ചെയ്യണ പോലും തോന്നിയില്ല. നിങ്ങളെ കൂടാതെ ആ സമയത്ത് 5 പേരുണ്ടായിരുന്നല്ലേ പറയുന്നത് നിങ്ങളുടെ ടീം? അത് കൂടാതെ വേറെ ആരൊക്കെ മറ്റേ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ടൂറിസ്റ്റുകളായിട്ട്? ഉണ്ടായിരുന്നു. മലയാളികളാണോ മറ്റു പരിചയം? ഇല്ല, ഒരു ടീം മലയാളികളായിരുന്നു. ഇല്ല. ശ്രീനന്ദ ഈ പാർക്കിങ്ങിന്റെ ആ ഭാഗത്തേക്ക് അല്ലേ താഴത്തേക്ക് പോവുകയായിരുന്നു അല്ലേ, ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ട്? അല്ല, അതെനിക്കറിയില്ല. അതായത് നിങ്ങൾ സെൽഫി എടുത്തു, അതിനുശേഷം മുകളിലേക്കും ആയിട്ട് പിരിഞ്ഞു, അതിനുശേഷം പിന്നെ കുട്ടി ശ്രീനന്ദയെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴാണ് അവരെവിടെയാണെന്ന് ശ്രദ്ധിച്ചത് അല്ലേ? അപ്പോഴാണ് അവളെ ശ്രദ്ധിക്കുന്നത് എവിടെയാണെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുകയോ അങ്ങനെ പ്രത്യേക സ്വാഭാവികമായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല ആ ഭാഗത്ത് ഉണ്ടായിരുന്നു?
നിങ്ങൾ ഈ അത് ആ സമയത്ത് പോലീസിലൊക്കെ അറിയിക്കുന്നതിന് മുമ്പ് ഒന്ന് തപ്പിയിരുന്നോ? അപ്പോഴൊക്കെ ഈ ഭാഗത്തൊക്കെ പോയി നോക്കിയിരുന്നത് ഈ രണ്ടായി തിരിയുന്ന സ്ഥലത്തൊക്കെ നോക്കിയിരുന്നു. അതായത് പൊടുന്നനെ കാണാതാവുമായിരുന്നു അല്ലേ? ഒരാളെ പെട്ടെന്ന് നിന്ന് ഇപ്പോൾ കാണാതായ പോലെയാണ് ഫീൽ ചെയ്തത്. കൂടെ പഠിക്കുക നിങ്ങളുടെ ബന്ധുവാണല്ലേ സാധിക ശ്രീനന്ദയുടെ? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനും സെയിം സ്കൂളിലാണ്, ഡിഫറെൻറ്റ് ക്ലാസ്സാണ് മാത്രം. പലരും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ താഴെ പറഞ്ഞേക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഈ കുട്ടിക്ക് അറിയാം, അപ്പം ഈ കുട്ടീനെ ശരിക്കും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ സത്യം പുറത്ത് വരും എന്നുള്ള നിലയിൽ അങ്ങനെ കുറച്ച് കമൻറ്റ്സ് കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന പ്രായമുള്ള കുട്ടികളല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഒരാൾ പിന്നീട് ജീവൻ നഷ്ടപ്പെട്ട നിലയിൽ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കിന് അവർ കുറച്ച് പേടിക്കും. പിന്നെ പോലീസ് കേസ് മീഡിയാസ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു മെൻറ്റാലിറ്റിയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പം ആ രീതിയിൽ ആ കുട്ടിയുടെ അങ്ങനെ ആ രീതിയിൽ സംസാരിക്കുന്നതാവാം. ഐ മീൻ കുറച്ച് ഈ കുട്ടിക്ക് പതർച്ചയുണ്ട് സംസാരിക്കുന്ന കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ജീവൻ നഷ്ടപ്പെട്ട ശ്രീനന്ദനെ പോലും ഭയങ്കര മോശമായിട്ട് പറയുന്ന കുറച്ച് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്നവരും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനസാക്ഷിയില്ലാത്ത കുറേ എണ്ണങ്ങളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഈ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഇവരെന്തെങ്കിലും ഈ സംഭവങ്ങൾ അറിയാമെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഈ കുട്ടി കാലുവഴുതി വീഴുന്നതിലും ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇവർക്കത് തുറന്നു പറയാനായിട്ട് സ്വാഭാവികമായിട്ടും പേടിയുണ്ടാവും. അങ്ങനൊരു കാര്യം കൂടെ അവിടെ ഉണ്ട്. പിന്നെ ചില കമൻറ്റ്സ് കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ചെറിയച്ഛൻ്റെ മകളാവാം ഈ ഒരു കുട്ടി. അപ്പം ഈ ചെറിയച്ഛൻ ഇന്നിപ്പം വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടില്ല, അപ്പോൾ പേടിയൊന്നും ഇല്ല എന്നുള്ള നിലയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇപ്പം ഈ കുട്ടീനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെയും ചില കമൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവിടുത്തെ ഭിക്ഷാടനക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പോലും ഇങ്ങനൊരു സംഭവം കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ಕನ್ನಡ ಬರಲ್ಲ ನಿಮಗೆ? ಹಿಂದಿ ಸರ್. हाँ, ಅವತ್ತು ಆ ದಿನ ನೀವು ಇಲ್ಲಿ ಇರಲಿಲ್ಲ ಇಲ್ಲಿ? नहीं तो सर अपन को ये मालूम नहीं है, हम तो यहीं बैठा था, मगर अब कौन लड़की है कौन बच्ची है आवाज आता है जी. അതായത് താഴേക്ക് വീഴുകയാണെങ്കിൽ അവർ കാണേണ്ടതാണല്ലോ എന്നാണ് അവർ പറയുന്നത്. അവരാരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഡോഗ് സ്ക്വാഡ് ഇദ്ദേഹമാണെങ്കിലും ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല, ശബ്ദം പോലും കേട്ടിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു കാര്യം മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കിന് ഒരു ലീഡ് പോലും ഇല്ലാത്ത ഒരു മിസ്സിംഗ് കേസ്, ആ ബോഡി കിട്ടുമ്പോൾ മാത്രം ഓക്കെ ഇതാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മിസ്സിംഗ് കേസ് ഒരാൾ പോലും കണ്ടിട്ടില്ല. ഒരാൾ പോലും, ഈവൻ ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ബന്ധുവായിട്ടുള്ള ആ ഒരു കുട്ടി പോലും ഈ ഒരു സംഭവം കണ്ടിട്ടില്ല. ഇത് തിരയാൻ വന്നേക്കുന്ന ഈ ട്രിപ്പിലുണ്ടായിരുന്ന എല്ലാ ആളുകളും വന്ന് അവിടെ ഈ ബോഡി കിട്ടിയ സ്ഥലത്തും അതിൻ്റെ ചുറ്റോടൊക്കെ തിരഞ്ഞപ്പോൾ പോലും ഈ കുട്ടീനെ അവിടെ കണ്ടെത്താനെ കൊണ്ട് ഇവിടെ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, ആരുടെയും കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റീസ് നമ്മൾ മുമ്പ് ഓൾറെഡി സംസാരിച്ചിരുന്നു. ഇപ്പം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോഴും ഈ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ എല്ലാം പോസിബിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് വെറും ഇത്രയും ഒരാൾ പോലും അവിടെ നിന്നവരോ അതിനുശേഷമോ ഒന്നും ഈ ഒരു കുട്ടീനെ കണ്ടില്ല എന്ന് പറയുന്നത് വെറും ഒരു കോയിൻസിഡൻസ് മാത്രമാണോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാണോ? ഇങ്ങനൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള അടുത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡോഗ് സ്ക്വാഡ് ഡോഗ് വന്നിട്ട് നേരെ പോകുന്നൊരു ഷോപ്പിലോട്ടാണ്, ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് ആ ഒരു കടക്കാരനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അവിടെയുള്ള മറ്റ് ഭിക്ഷാടനക്കാരാണെങ്കിൽ പോലും ഇവിടുന്ന് മാറി പോകുന്ന തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇപ്പം നേരത്തെ നമ്മൾ ആ വീഡിയോക്കകത്ത് കാണിച്ച ആ ഒരു ഭിക്ഷാടനത്തിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിനെ നമ്മളിവിടെ കാണുമ്പോൾ ചിലപ്പം ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സംഭവം കാണാത്തതുകൊണ്ടും കേൾക്കാത്തതും ഉണ്ടായിരിക്കാം ഇത്തരത്തിൽ സ്റ്റിൽ അവിടെ തുടരുന്നത്. ബാക്കിയുള്ള ആളുകൾ കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടൊക്കെ ആയിരിക്കുമോ ഇവർ ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് മാറി പോയിട്ടുണ്ടാവുക. ഇത് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, ഇത്തരത്തിൽ മുമ്പ് അവിടെ മറ്റെന്തെങ്കിലും മിസ്സിംഗ് കേസുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായിട്ട് ദുരൂഹ സാഹചര്യത്തിൽ അവിടെ മറ്റെന്തെങ്കിലും പുറലോകം അറിയാത്ത തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ബാക്കിയായിട്ട് നിൽക്കുകയാണ്. കാര്യം ഒരു പേടി തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു കേസിനകത്ത് വള്ളി പിടിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെയുള്ള പല ഭിക്ഷാടനക്കാരും ആ കട ഉടമയും ഒക്കെ ആണെങ്കിൽ സാധനങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എഗെയിൻ അവിടെ ആണെങ്കിൽ ഒരു ടിക്കറ്റ് കൊടുക്കാരുന്ന കൗണ്ടർ ആ ഒരു ഉടായിപ്പോ കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ കാണിക്കാൻ വന്നിട്ടുള്ളതായിരിക്കാം ആൾക്കാരെ വലിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് ഒരു സംഭവത്തിന് ശേഷം അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല, ഇതെല്ലാം മാഞ്ഞു പോവുകയാണ്. ഇത്രയും കണ്ടിട്ട് ഇപ്പം ഇത് ദുരൂഹതയൊന്നുമില്ല, ഇതിൽ അൺയൂഷ്വലായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുമ്പോൾ പോലും ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഈ ധർമ്മസ്ഥല പോലെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതുപോലുള്ള എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഒരാളും കണ്ടില്ല, അല്ലെങ്കിൽ ഡ്രോണിനകത്ത് പോലും തിരഞ്ഞിട്ട് കിട്ടുന്നില്ല, ഇവർ തിരയാൻ പോയിട്ട് കണ്ടില്ല, ഇതിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഇവിടെ ഈ പറയുന്ന കുറച്ച് ആളുകൾ അവിടുന്ന് പെട്ടെന്ന് മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത്രയും ദിവസം ഉണ്ടായിരുന്ന ആ ഒരു ടിക്കറ്റ് കൗണ്ടർ അവിടെ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായിട്ട് മാറിപ്പോകുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ സ്റ്റിൽ ഇവിടെ ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റിൽ ഒരുപാട് ദുരൂഹതകൾ ഇന്നും ബാക്കിയല്ലേ, ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയല്ലേ.
ഇത് ഇത്രയും ആളുകൾ എന്തിനു മാറിപ്പോയി, എന്തുകൊണ്ട് ഈ ഡോഗ് വന്നിട്ട് ആ ഒരു കടയിലേക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് പോയി, എന്തുകൊണ്ട് ആ ഒരു വ്യക്തിനെ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് പിന്നീട് ഈ ആളുകൾ അങ്ങോട്ടേക്ക് മാറിപ്പോയി. അപ്പം ഇത് ലീഡ് ചെയ്യുന്നത് ഈ ശ്രീനന്ദ കേസ് അല്ലാതെ മറ്റേതെങ്കിലും കേസിലോട്ടുള്ള ഒരു ലീഡാണോ ഇപ്പം ഈ ആളുകളെ ഇങ്ങനൊരു ബിഹേവിയർ ഈ ഒരു സംഭവത്തിൽ നടന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയിരിക്കുന്ന ചില സംശയങ്ങൾ മാത്രമാണ്. എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ഏതൊരു പേരൻ്റ് ആണെങ്കിലും തൻ്റെ മക്കളെ കുറച്ചുകൂടെ കെയർ ചെയ്യുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക എന്നുള്ളത് മാത്രം പറയുന്നു. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയ്ക്കകത്ത് കാണാം. അപ്പോൾ ശരി, ബൈ.